ഹായ്, ഞാൻ ഡോക്ടർ ബിലാൽ. നീറ്റ് റിപ്പീറ്റേഴ്സിൻ്റെ പാരൻസിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും റിസൾട്ടിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പറ്റുന്ന ആളുകളാണ് പാരൻസ്. ഏതൊരു രക്ഷിതാവും എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടണം, അയാൾ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുക. എന്നിരുന്നാലും നിങ്ങൾ നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ റിസൾട്ടിനെ മോശകരമായിട്ട് ബാധിക്കാനിടയുണ്ട്. അതേ സമയത്ത് നിങ്ങൾ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ റിസൾട്ടിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വലിയ ചേഞ്ച് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഉയർന്ന റാങ്കിലേക്ക് അവരെത്താനും സഹായിക്കും. അതുകൊണ്ട് തന്നെ നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന ഏതൊരു കുട്ടിയുടെയും രക്ഷിതാവിന് ഈ എക്സാമിനെ കുറിച്ചും ഇതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചുമൊക്കെ നല്ല ധാരണകൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആരൊക്കെയാണ് ഈ വീഡിയോ കാണേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പാരൻസ്, അതുപോലെ തന്നെ ഇനി എപ്പോഴെങ്കിലും എൻ്റെ കുട്ടിയെ ഇനി +2 കഴിഞ്ഞ് റിപ്പീറ്റിന് വിടണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരും, നിങ്ങൾ രണ്ട് കൂട്ടർക്കും ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ആ മെൻറ്റാലിറ്റി നിങ്ങൾ സെറ്റ് ചെയ്താൽ, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റും. ഞാനൊരു അനുഭവം പറഞ്ഞു തുടങ്ങാം. ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി, അവൾ റിപ്പീറ്റ് ചെയ്യായിരുന്നു. അവളുടെ ഉമ്മ ഒരു ദിവസം എനിക്കൊരു ലോങ് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ വോയിസ് കുറച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉമ്മ വിളിച്ചപ്പോൾ അവർ വലിയൊരു പരാതിയായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അവരുടെ പരാതി, എൻ്റെ മോളെ സാറും കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റിന് പറഞ്ഞയച്ചത്. അവൾ +2 അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവൾ ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വീട്ടിലേക്ക്, ഞാനും അവളുടെ ഉപ്പയും കൂടി കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഇവൾ പുസ്തകത്തിന് മുന്നിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും. എന്നാൽ ഇവൾ മുൻപ് പഠിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. ഒരു ആക്റ്റീവായിട്ട് പഠിക്കുക, വായിക്കുക, എഴുതുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു മുൻപ്. പക്ഷേ ഇപ്പോൾ ഇവൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഇവൾ ഈ പുസ്തകത്തിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുക എന്നതല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള പഠിപ്പ് ഇവളുടെ അടുത്ത് ഉണ്ടാവുന്നില്ല. ഞാനും അവളുടെ ഉപ്പയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവളെ ഈ റിപ്പീറ്റിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കിയത്, ഇവളെ പഠിപ്പിച്ചതും. എന്താണ് സാറേ എൻ്റെ മോളിങ്ങനെ, സാറ് കൂടെ പറഞ്ഞിട്ടല്ലേ റിപ്പീറ്റിന് വിട്ടത്, ഞാൻ എന്താ ചെയ്യാമെന്ന്. അപ്പോൾ ഉമ്മ ഭയങ്കര ടെൻസ്ഡാണ്. ഞാനൊരു പണി ചെയ്തു. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ശരി നമുക്ക് നോക്കാം. എന്നിട്ട് ഒരു ദിവസം ഞാൻ ആ കുട്ടിയെ വിളിച്ച് അവളോട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം ഞാൻ കേട്ട സമയത്ത് അവൾക്ക് ഒരുപാട് ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ട്. അതായത് എന്തൊക്കെയോ കാരണം കൊണ്ട്, അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് അറിയുന്ന മോളാണ്, +2 നല്ല മാർക്ക് വാങ്ങിച്ച, വേറെ ഒരു അലമ്പോ കളികളോ ഒന്നും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പോൾ അവൾ നന്നായി പഠിക്കാൻ തന്നെ ശ്രമിച്ചിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവൾക്ക് പഠിച്ചെത്താൻ പറ്റിയില്ല കുറേ പോർഷൻ. അപ്പോൾ അവൾക്ക് അതിൻ്റെ നല്ല ടെൻഷനുണ്ട്, നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഇനി ഞാൻ എങ്ങനെ ആ പോർഷൻ പഠിച്ചെടുക്കും എന്നുള്ളൊരു പേടി അവൾക്കുണ്ട്. അത് അവളുടെ പഠനത്തെ കുറേയൊക്കെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അതേ സമയത്ത് എല്ലാ ദിവസവും അവളുടെ ഉമ്മ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നീ നന്നായി പഠിച്ചോ, ഈ വർഷം നിനക്ക് റാങ്ക് കിട്ടിയില്ലെങ്കിൽ ഇനി നീ MBBS എന്ന് പറയുന്ന കാര്യം വിട്ടേക്കണം, നിന്നെ ഞങ്ങൾ വേറെ വല്ല ഡിഗ്രി കോഴ്സിനും ചേർക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഏകദേശം ഈ കുട്ടി എത്തിപ്പെട്ടൊരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ വർഷം കിട്ടുമോ എന്ന ഒരു വലിയ ഭയം അവളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ ഇനി MBBS അവൾക്ക്, പിന്നെ ഈ വർഷം അത്യാവശ്യം നന്നായി പഠിച്ചു, അഥവാ എൻ്റെ റിസൾട്ട് ഒന്ന് പോയാൽ അടുത്ത വർഷം എനിക്ക് കുറച്ചുകൂടെ പഠിച്ച് ടോപ്പ് റാങ്കിലേക്ക് എത്താം എന്നൊക്കെയുള്ള ആഗ്രഹം അവൾക്കുണ്ടെങ്കിലും പാരൻസ് ഇതിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ഹോപ്പ് നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണുള്ളത്. അവളുടെ ഒരു പേടി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അവളുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ആൾക്ക് നടക്കൂല എന്നൊരു രീതിയിലേക്ക് അയാളുടെ ഹോപ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ പണിയെടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒട്ടും നടക്കൂല എന്ന് നിങ്ങൾക്കൊരു കാര്യത്തെപ്പറ്റി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുവേണ്ടി പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ആ കുട്ടിയുടെ അവസ്ഥ ആയിരുന്നു. അവൾക്കത് തുറന്ന് ഉമ്മയോടും ഉപ്പയോടും പറയാനും വയ്യ, ഞാനിനി ഒട്ടും പഠിച്ചെത്തിയിട്ടില്ല, ഞാൻ അടുത്ത വർഷം കൂടി ഞാനൊന്ന് പഠിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് എന്ന കാര്യം അവളുടെ ഉമ്മയോടും ഉപ്പയോടും തുറന്ന് സംസാരിക്കാനോ കുട്ടിക്ക് പേടി. കാരണം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കൂടുതൽ വേദനയായാലോ, കൂടുതൽ വിഷമമായാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ആ കുട്ടി ഉമ്മയും ഉപ്പയും കുറിച്ച് അത്രയും കൺസേൺഡ് ആണ്, ഉമ്മയും ഉപ്പയും അവളെക്കുറിച്ചും കൺസേൺഡ് ആണ്. എന്നാൽ രണ്ട് കൂട്ടരുടെയും എന്താ പറയുക, ആ കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രശ്നം കാരണം അവളുടെ പഠിപ്പ് അങ്ങനെ, അവൾ ആ ഒരു ഹോപ്പില്ലാതെ വളരെ ടെൻസ്ഡായി ഒരു ഡിപ്രഷൻ മോഡിലൂടെ പോവായിരുന്നു. എന്നാൽ ഞാൻ ഈ കാര്യം പേരൻസിനോട് സംസാരിച്ചു. ഞാൻ അന്ന് അവളുടെ ഉമ്മാനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഉമ്മ, നിങ്ങൾ ഓളെ അടുത്ത വർഷം റിപ്പീറ്റിന് വിടണ്ട, നിങ്ങൾ അവളെ ഡിഗ്രിക്കോ എന്തിനെങ്കിലും വിട്ടോ അവൾക്ക് റാങ്ക് കിട്ടിയില്ലെങ്കിൽ, പക്ഷേ നിങ്ങൾ ഓളോട് അത് പറയരുത്. നിങ്ങൾ ഓളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? മോളെ, അഥവാ നിനക്ക് അടുത്ത വർഷം വലിയ റാങ്കൊന്നും കിട്ടിയില്ല, എൻ്റെ കുട്ടിക്ക് ഇത്തിരി റാങ്ക് കുറഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം കുറച്ചുകൂടെ നന്നായി പഠിക്കാം. ഇപ്രാവശ്യം നീ നിൻ്റെ മാക്സിമം പഠിക്ക്.
നിനക്ക് അഥവാ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റുമല്ലോ, എന്നിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താം. നീ ഞങ്ങൾ വേറെ എവിടെയും ഡിഗ്രിക്കൊന്നും കൊണ്ടുപോയി ചേർക്കൂല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ആ ഉമ്മയും ഉപ്പയും അങ്ങനെ തന്നെയാണ് അവളോട് സംസാരിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് സാറേ, അവൾക്കൊരു പ്രതീക്ഷയുണ്ട്, അവൾ ആ ഒരു മൂഡിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഉമ്മാനെയാണ്. കാരണം എൻ്റെ ഉമ്മ, എനിക്കിപ്പോൾ അറിയാം, ഇന്ന് എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ ഉമ്മ ഉണ്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചെറുപ്പത്തിൽ ഉമ്മ ഇങ്ങനെ വീട്ടിലൊക്കെ പണി ചെയ്തിട്ടും ചെറിയ പൈസക്ക് വീടുകളിലും മറ്റും ജോലി ചെയ്തിട്ടാണ് എൻ്റെ ഉമ്മ എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത്, എന്നെയും എൻ്റെ പെങ്ങന്മാരെയൊക്കെ. അന്ന് ഒരു നല്ല ഡ്രസ്സ് പോയിട്ട് പൊട്ടാത്തൊരു ചെരുപ്പ് പോലും എൻ്റെ മകൻ ഇടായില്ലായിരുന്നു. 60 രൂപയുടെ എങ്ങാണ്ട് ഒരു വെള്ള കളർ പ്ലാസ്റ്റിക് ചെരുപ്പുണ്ട്, ഇതാണ് പുള്ളിക്കാരി ഇടുക. അത് തന്നെ പൊട്ടി തുന്നിക്കെട്ടിയാണ് ഇടുന്നത്. കാലിൻ്റെ മുട്ടിന് എല്ല് തേയ്മാനം വന്നിട്ട് അതിനുള്ള മരുന്ന് പോലും ആ സാധു വാങ്ങിക്കാതെ ആയിരുന്നു ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ അത് കണ്ട് വളർന്നൊരു മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ പാരൻറ്റും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്, അവരോർത്ത് എത്രത്തോളം കരയുന്നുണ്ട്, അവരോർത്ത് എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ മക്കൾക്ക് ഞങ്ങളത് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമുക്ക് അവരുടെ റിസൾട്ടാണ് വേണ്ടത്. അവരിൽ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? അവർ വീണ് പോകുമ്പോൾ കൈത്താങ്ങ് കിട്ടുമെന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. ആ തോന്നലാണ് മനുഷ്യന് ഏറ്റവും പ്രൊഡക്ടിവിറ്റി നൽകുക. നിങ്ങൾ എത്ര സൈക്കോളജി പുസ്തകങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെയും മനുഷ്യൻ്റെ ക്രിയാത്മകതയുടെയും മനുഷ്യന് എന്താ പറയുക റിസൾട്ട് ഉണ്ടാക്കാനുള്ള അവൻ്റെ ആ കഴിവുകളുടെയും ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് ഭയമാണ്. ഭയം നമ്മളെ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റെൻഡർ ചെയ്യും, അതായത് നമ്മുടെ കഴിവുകളെ സ്റ്റോപ്പാക്കി വെക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു മരത്തടി, ഒരു മരത്തിൻ്റെ കഷ്ണം, അത് നിലത്തിട്ടിട്ട് അതിലൂടെ നടക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും അല്ലേ? എന്നാൽ ഇതേ മരത്തടി നമ്മൾ 25 നില ഉയരമുള്ള 2 കെട്ടിടങ്ങളുടെ ഇടയിലിട്ടിട്ട് അതിലൂടെ നടക്കാൻ ശ്രമിച്ചാലോ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് നിലത്തിട്ടല്ല മരത്തടിയിലൂടെ നടക്കുന്നത്. നമുക്ക് ഇത്രയും ഹൈറ്റിലുള്ള മരത്തടിയാവുമ്പോൾ വീണു പോകുമെന്ന ഭയം വരുന്നത് കാരണം നടക്കാൻ പറ്റില്ല. മരത്തടിക്കൊരു മാറ്റവും ഇല്ല, താഴെയും മുകളിൽ ഒരുപോലെയാണ്. പക്ഷെ എന്താ മാറ്റം വന്നത്? നമുക്ക് ഫിയർ വന്നു, പേടി വന്നു, ശരിയല്ലേ? എന്നാൽ ഈ 25 നില കെട്ടിടങ്ങൾക്കിടയിലൂടെ തന്നെ മരത്തടിയിലൂടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. ഒരു പണി ചെയ്താൽ മതി. നിങ്ങളുടെ അരയിൽ ഒരു കയറ് കെട്ടിയിട്ട് ആ കയറൊരു സേഫ്റ്റി റോഡിലേക്ക് ബന്ധിപ്പിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താ, ഞാൻ വീണു പോകില്ല, വീണാലും ഈ കയറിൽ ഞാൻ കുടുങ്ങിക്കിടക്കുമെന്ന ഒരു ധൈര്യം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഇതുപോലെയാണ് നിങ്ങളുടെ മക്കൾ ഒരു മരത്തടിയിലൂടെ കടന്നു പോവുകയാണ്. ആ മരത്തടി എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷേ അവരെ പലപ്പോഴും അപ്പുറത്തേക്ക് കടക്കാൻ സമ്മതിക്കാത്തത് അവരുടെ ഈ പേടിയായിരിക്കും. അപ്പോൾ നമ്മൾ പാരൻസ് എന്താ ചെയ്യേണ്ടത്? അവരുടെ പേടിയെ വലുതാക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ ഊരക്ക് സേഫ്റ്റി കയറിട്ട് കൊടുക്കുന്നത് പോലെ, മോനെ മോളെ അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ ശ്രമിക്കാടാ, നമുക്കൊന്നുകൂടെ അടിപൊളിയായിട്ട് ചെയ്യാം, ഉമ്മയുണ്ട് നിൻ്റെ കൂടെ, ഉപ്പയുണ്ട് നിൻ്റെ കൂടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് അവർക്ക് നൽകുന്ന കോൺഫിഡൻസ് ചെറുതായിരിക്കില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം. നോക്കൂ, ഞാൻ എൻ്റെ 8 വർഷത്തോളമായി റിപ്പീറ്റേഴ്സിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനുഭവത്തിൽ ഒരു കുട്ടി റിപ്പീറ്റിംഗ് സെൻറ്ററിൽ പഠിക്കാത്ത കുട്ടികളെ, മാർക്ക് കൂടാത്ത കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലുക്ക്, എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +2 എക്സാം പോലെയൊന്നുമല്ല. +2 എക്സാമിലൊക്കെ നല്ല മാർക്കുള്ള കുട്ടികളായിരിക്കും, പക്ഷേ കുറച്ചുകൂടെ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവർക്ക് കിട്ടുന്നത്. കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അവർ കുറച്ചുകൂടെ എന്താ പറയുക, പെട്ടെന്ന് അവർക്കൊരു റിസൾട്ടിലേക്ക് ഒരു പക്ഷേ എത്താൻ പറ്റില്ല. ഇത് എൻട്രൻസിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ, ഏത് മത്സര പരീക്ഷകളും ഇതുപോലെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ മാർക്ക് കുറവുള്ള കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം അവർക്ക് മാർക്ക് കുറഞ്ഞു എന്നതിനേക്കാൾ സങ്കടം എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ ഇത്രയും പണം കൊടുത്തിട്ടാണല്ലോ അയച്ചത് എന്ന കാര്യമാണ്. നിങ്ങൾ ഓർക്കാത്ത ഒരു കുട്ടികളെയും ഞാൻ റിപ്പീറ്റിംഗ് സെൻറ്ററിൽ കണ്ടിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൻ്റെ വലിയ ടെൻഷൻ മാത്രമാണ് അവരുടെ തലയിലെങ്കിൽ, നമ്മുടെ തലയിൽ സാമ്പത്തിക ബാധ്യതകളുടെയും അനേകം ടെൻഷൻ നമ്മുടെ തലയിലുണ്ട്. പലപ്പോഴും നമ്മുടെ മക്കൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കല്യാണത്തിന് പോകുമ്പോഴോ ഒരു പൊതു ഇടത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ അമ്മാവന്മാരും അമ്മായിമാരും കുടുംബക്കാരും അയൽവാസികളൊക്കെ നമ്മളോട് വന്ന് ചോദിക്കുമല്ലേ, മോൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറയും റിപ്പീറ്റിന് പോയി. ഇനി അഥവാ എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ചോദിക്കുന്നതെങ്കിൽ എന്നിട്ട് കിട്ടിയില്ലല്ലേ, അല്ലെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടിയൊക്കെ കിട്ടുകയുള്ളൂ, അതൊക്കെ ഭയങ്കര കഴിവുള്ളവർക്കേ കിട്ടുള്ളൂ. ആ ഒരു രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടി വരും. ആ ഒരു പേടി നമുക്കുണ്ടാവും. അടുത്തൊരു കാര്യമാണ്,
നിൻ്റെ കുട്ടിയുടെ ഒരു കൊല്ലം അങ്ങോട്ട് പോയില്ലേ, നിങ്ങളെ മോൻ്റെ ഒരു വർഷം, ഒരു പെൺകുട്ടിയല്ല അവള്, ആ പെൺകുട്ടീൻ്റെ ഒരു കൊല്ലം അങ്ങോട്ട് പോയില്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ ബാക്കിയുള്ളവരിൽ നിന്ന് കുത്തുവാക്ക് പോലെ കേൾക്കേണ്ടി വരും എന്ന പേടിയൊക്കെ നിങ്ങളുടെ ഉള്ളിലില്ലേ? എൻ്റെ പ്രിയപ്പെട്ട പാരൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ മകനും മകളും ഒക്കെ പോയിട്ടുള്ളത് ഒരു മത്സര പരീക്ഷ എഴുതാനാണ്. എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു മത്സര പരീക്ഷയാണ്. ഇന്ത്യയിലെ തന്നെ വളരെ ടഫായിട്ടുള്ള ഒരു മത്സര പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതണമെന്ന് അയാൾ തീരുമാനിച്ചതാണ്. ആ മത്സരത്തിന് അയാൾ തീരുമാനിച്ചു പോയതാണ്. 10ാം ക്ലാസ്സോ +2 ഒക്കെ പോലെ എല്ലാവരും മാൻഡറ്ററിയായി നിർബന്ധമായും എഴുതേണ്ട ഒരു പരീക്ഷയിൽ പോയി തോൽക്കാൻ പോയ ആളല്ല അയാൾ തീരുമാനിച്ച് ആ ഒരു റിസ്ക് എടുത്ത് പോയതാണ് നിങ്ങളുടെ മോൻ. ഏത് മത്സര പരീക്ഷയിലും ഒരു പക്ഷേ നമുക്ക് കിട്ടും, പലപ്പോഴും നമുക്ക് കിട്ടാതിരിക്കാം. മത്സര പരീക്ഷകൾ അങ്ങനെയാണ്. മത്സര പരീക്ഷകളിൽ കിട്ടാതിരിക്കുന്ന മനുഷ്യർ തോറ്റുപോയി എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ അയാൾ വിജയിച്ചയാളാണ്. ആ റിസ്ക് എടുക്കാൻ നിങ്ങളുടെ മകൻ തയ്യാറായിട്ടുണ്ട് ഉപ്പ, നിങ്ങളുടെ മകൾ തയ്യാറായിട്ടുണ്ട് അമ്മേ. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ കുട്ടി വെറുതെ ഇരിക്കാനല്ല പോയിട്ടുള്ളത്. നോക്കൂ, ഞാൻ ഇന്നലെ യാദൃശികമായിട്ട് ഡോക്ടർ നന്ദഗോപൻ IPS മലപ്പുറം ASP ആയിട്ടുള്ള നന്ദഗോപൻ IPS ഒരു പ്രസംഗം കാണുകയുണ്ടായി. പുള്ളിക്കാരൻ അതിൽ പറയാണ്, 6 തവണ പരീക്ഷ എഴുതിയിട്ട് സിവിൽ സർവീസ് എക്സാം എഴുതി പരാജയപ്പെട്ട ശേഷമാണ് ആ മനുഷ്യന് അടുത്ത തവണ പ്രിപ്പയർ ചെയ്തപ്പോൾ വീണ്ടും എക്സാം കിട്ടിയത്. എൻ്റെ പരിചയത്തിലുള്ള സിവിൽ സർവീസൊക്കെ എത്രയോ 5ഉം 6ഉം തവണ എഴുതി പരാജയപ്പെട്ടിട്ടാണ് ഓരോ ആളുകൾക്കും കിട്ടിയത് ഞാൻ കണ്ടിട്ടുള്ളത്. നോക്കൂ, നമ്മൾ വിജയിക്കുന്നവരുടെ കഥയും വിജയിക്കുന്നവരുടെ മോട്ടിവേഷനും മാത്രമായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അല്ല, ഈ ലോകം പരാജയപ്പെടാൻ പേടിയില്ലാത്തവർക്കുള്ളതാണ്. പരാജയപ്പെടാൻ പേടിയില്ലാത്തവരാണ് വിജയിക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അതാണ്. നിങ്ങൾ ഈ വന്നിട്ട് എന്താ പറയുക, കിട്ടിയില്ലേ, ഒരു കൊല്ലം പോയില്ലേ എന്നൊക്കെ പറയുന്ന അമ്മാവന്മാർക്കും അമ്മായിമാർക്കും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്. അവൾക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല, അവളൊരു പക്ഷേ ഇനിയും പ്രിപ്പയർ ചെയ്യും. ഇനി വേണ്ട, അവൾ അത് വേണ്ട, അവൾ വേറെ ഒന്നിന് പോകാൻ അവൾ തീരുമാനിച്ചിട്ട് അപ്പോൾ അതിന് പോകും. അത് അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതിലെവിടെയാണ് അപമാനമുള്ളത്? ഞാൻ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ഫസ്റ്റ് റിപ്പീറ്റ് പകുതി വെച്ച് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിർത്തേണ്ടി വന്നതാണ് കേട്ടോ. എനിക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്പീറ്റ് ഒന്നും ഫസ്റ്റ് ടൈം പോസിബിൾ ആയില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, 2 വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട്? എനിക്കറിയാവുന്ന എൻ്റെ മെഡിക്കൽ കോളേജിലെ ഒരുപാട് ഫ്രണ്ട്സ് 2ഉം 3ഉം തവണ റിപ്പീറ്റ് ചെയ്ത് 4 തവണ റിപ്പീറ്റ് ചെയ്ത് കയറിയ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആൻഡ് ഈസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന, അത്യാവശ്യം നല്ല സമ്പാദ്യവും നല്ല രീതിയിൽ ജീവിക്കുന്ന അടിപൊളി ഡോക്ടറാണ് ഇന്നവൻ. നോക്കൂ, നമ്മളൊരിക്കലും ഈ 1 വർഷം പോകും 2 വർഷം പോകുമെന്നൊന്നുമുള്ള ഈ ആളുകളുടെ ചോദ്യത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടവരല്ല. അങ്ങനെ ആ 1ഉം 2ഉം വർഷം കളയാൻ തയ്യാറാവുന്നവർക്കാണ് ജീവിതത്തിലെ ഉയർന്ന വിജയങ്ങൾ കൈവരിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരാം. നോക്കൂ, നിങ്ങളുടെ കുട്ടി 2 തവണ അല്ലെങ്കിൽ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടാണ് അയാൾക്ക് MBBS കിട്ടിയതെന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുക. അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള നല്ലൊരു മത്സര പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റിയതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ വന്ന് നമ്മളോട് പറയാണ്, നിൻ്റെ കുട്ടിയുടെ 3 വർഷം പോയില്ലേ, അല്ലെങ്കിൽ 4 വർഷം പോയില്ലേ, 2 വർഷം പോയില്ലേ എന്നൊക്കെ വന്ന് പറയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ അവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കേണ്ട ഒരു മറുപടി ഉണ്ട്. എൻ്റെ കുട്ടി സാധാരണ ഒരു ഡിഗ്രി പഠിച്ചു, അത് കഴിഞ്ഞ് എൻ്റെ കുട്ടി ഒരു PG പഠിച്ചു, എന്നിട്ടോ എൻ്റെ കുട്ടി ജോലി അന്വേഷിച്ച് 2-3 വർഷം നടക്കണ്ടേ, നല്ലൊരു ജോലി അന്വേഷിച്ച്. അവിടെ എൻ്റെ കുട്ടിയുടെ 3 കൊല്ലം പോകൂലേ? ആ 3 കൊല്ലം എൻ്റെ കുട്ടിക്ക് ഇവിടെ പോയെന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കുട്ടി സാധാരണ ഈ ഡിഗ്രി, സാധാരണ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സൊക്കെ പഠിച്ചിട്ട് എൻ്റെ കുട്ടി വർക്ക് ചെയ്യും, എൻ്റെ കുട്ടി ഒരു മാസം 25,000-നാണ് പണിയെടുക്കുന്നതെങ്കിൽ എൻ്റെ കുട്ടി ഈ പറയുന്ന ഈ പരീക്ഷയ്ക്ക് 1-2 വർഷം പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് ഈ പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടി 2 ലക്ഷം രൂപക്കാണ് ഒരു മാസം പണിയെടുക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എൻ്റെ കുട്ടി 10 വർഷം പണിയെടുത്താൽ കിട്ടുന്ന പൈസ മറ്റേ ആൾ 100 കൊല്ലം പണിയെടുക്കേണ്ടി വരും കിട്ടാൻ. നിങ്ങൾ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 25,000 രൂപയാണ് ഒരാൾക്കൊരു മാസം കിട്ടുന്നത്. നിങ്ങളുടെ കുട്ടി നന്നായി പഠിച്ച് നല്ലൊരു ഡോക്ടറായി പുറത്തിറങ്ങിയ ഇന്നത്തെ അവസ്ഥയിലും നമ്മുടെ നാട്ടിൽ ഒരു MBBS MD ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 2.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും ഒരു മാസം. MBBS മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഒരു 90,000 രൂപ മാസം ആവറേജ് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മറ്റേ ആൾ 1 വർഷം പണിയെടുത്താൽ 2.5 ലക്ഷം, നിങ്ങളുടെ കുട്ടി ഒരു മാസം പണിയെടുത്താൽ 2.5 ലക്ഷം. മറ്റേ ആൾ 10 കൊല്ലം പണിയെടുക്കണം, അയാൾക്ക് 25 ലക്ഷം, നിങ്ങളുടെ കുട്ടിക്ക് അത് 1 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. മറ്റേ ആൾ 10 വർഷം പണിയെടുത്താൽ കിട്ടുന്ന പൈസ നിങ്ങളുടെ കുട്ടിക്ക് 1 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് 9 വർഷം ഇവിടെ ലാഭമല്ലേ?
നോക്കൂ, ഞാനിത് പറയുന്നത് ജീവിതത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് വലിയ കാര്യമെന്നോ അല്ലെങ്കിൽ പണം വെച്ചുകൊണ്ട് വേണം നമ്മൾ വർഷങ്ങളെ കണക്കാക്കാനെന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മളുടെ ചുറ്റും നിങ്ങൾ പാരൻസ് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാദങ്ങളുണ്ടല്ലോ. ചിലർ വന്നിട്ട് പറയുന്നത് നിൻ്റെ കുട്ടിയുടെ ഒരു വർഷം പോയില്ലേ മോളെ, നിങ്ങളുടെ കുട്ടിയുടെ ഒരു വർഷം പോയില്ലേ കാക്ക എന്നൊക്കെ നിങ്ങളോട് ചോദിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ജീവിതം ഒരു വലിയ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, വലിയൊരു നീണ്ടു കിടക്കുന്ന കാര്യമാണ്. അവിടെ ഈ 1 വർഷമോ 2 വർഷമോ ഒന്നും എവിടെയും നഷ്ടപ്പെടുന്നില്ല. ഇനി എവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു വർഷം? ഒട്ടും നഷ്ടമല്ല. അവർ ഡിസിപ്ലിൻ പഠിക്കുകയാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കാലത്ത്. അവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കാൻ പഠിക്കുകയാണ്. അവർ തോൽവികളെ എന്താ പറയുക ഏറ്റെടുക്കാനും ആ തോൽവികളെ വിജയം കൊണ്ട് മറികടക്കാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ ദിവസവും അവർക്ക് സീരീസ് എക്സാമുകൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസത്തെ എക്സാമിൽ മാർക്ക് കുറയുമ്പോൾ അതിനെ മറികടക്കാൻ അവർ പഠിക്കുന്നുണ്ട്. അവർ നമ്മുടെ വീടിൻ്റെ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചിരുന്നവർ അതിന് പുറത്ത് സുഖാഡംബരങ്ങളൊക്കെ ഉപേക്ഷിച്ച് പണിയെടുക്കാനുള്ള മാനസിക നിലവാരത്തിലേക്ക് അവരെത്തുന്നുണ്ട് ഈ ഒരു റിപ്പീറ്റ് പീരീഡിൽ. അതുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് ഒന്നും നഷ്ടമല്ല. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അച്ഛനമ്മമാരെ, നിങ്ങളുടെ മകൻ അപ്പുറത്തെ റൂമിൽ പഠിക്കുന്നുണ്ടാവും അല്ലേ, ഒന്ന് പോയി നോക്ക്. അവൻ അവിടെ ഇരുന്ന് മൊബൈലിൽ ഗെയിം കളിക്കുകയല്ലല്ലോ. അവൻ അവിടെ ഇരുന്ന് ഇന്നത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ന് എന്തെല്ലാം രീതിയിലാണ് ഓരോ ആ കൗമാരപ്രായത്തിലുള്ള കുട്ടികളും കടന്നു പോകുന്ന തെറ്റുകൾ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ. നിങ്ങളെ കുട്ടീനെ ആ റൂമിലേക്ക് പോയി നോക്ക്. നിങ്ങൾ അഭിമാനത്തോടെ പറയണം, എൻ്റെ കുട്ടി ഇന്നലെ ഗെയിം കളിച്ച് സമയം കളഞ്ഞതല്ല, എൻ്റെ കുട്ടി ഇന്നലെ ബസ് സ്റ്റാൻഡിൽ തെണ്ടി നടക്കാൻ പോയി സമയം കളഞ്ഞതല്ല, അല്ലെങ്കിൽ അവന് കഴിഞ്ഞ വർഷം പഠിക്കുകയായിരുന്നു, അവൻ ഇപ്പോഴും ഇരുന്ന് പഠിക്കുകയാണ്, അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടായാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ ഉയർന്ന റാങ്കിലേക്ക് എത്തും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആകെ ഉണ്ടാവേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങളവരെ മാനസികമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അവർ വിജയിക്കും, ഉറപ്പാണ്. നമ്മൾ കണ്ടതല്ലേ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നടക്കാൻ പഠിച്ചത്, അവരെങ്ങനെയാണ് നടക്കാൻ തുടങ്ങിയത്. അവർ നടക്കുമ്പോൾ വീണ് കാലിൽ മുട്ടിലൊക്കെ മുറിയായി അങ്ങനെ നടക്കാൻ പഠിച്ചവരാണ് നമ്മുടെ മക്കൾ. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയവരാണ് നമ്മുടെ മക്കൾ. അതുപോലെ നിങ്ങളുടെ മക്കൾ നാളെ ഏറ്റവും മികച്ചൊരു റാങ്കിലേക്ക്, ഏറ്റവും മികച്ച ഭാവിയിലേക്ക് എത്തിപ്പെടും. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആകെ ഉണ്ടാവേണ്ടത് ഈ സപ്പോർട്ടും പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുമാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.